സ്വയം നശിപ്പിക്കുന്ന ചിന്തകൾ, പ്രവർത്തികൾ, പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ചിന്തകളും പ്രവർത്തികളും പെരുമാറ്റങ്ങളും തന്നെ നമുക്ക് മാറ്റം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ തന്നെ പറ്റും. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷാഹിദ. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു മോട്ടിവേറ്റഡ് ക്ലാസ് ആയിട്ടാണ്. അപ്പൊ ഞാൻ ഒരുപാട് മോട്ടിവേറ്ററോ അല്ലെങ്കിൽ ഒരുപാട് അറിവുള്ള ഒന്നുമല്ല കേട്ടോ. എനിക്ക് കിട്ടിയ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നമുക്ക് നോക്കാം, മനുഷ്യനെ നശിപ്പിക്കുന്ന 8 ശീലങ്ങൾ നമുക്ക് എന്തെന്നൊക്കെ നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് വന്ന് നമുക്ക് എന്താന്ന് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ സമയത്തെ ഒരിക്കലും വില കൽപ്പിക്കാത്തവരാണ് നമ്മളെ സ്വയം നശിപ്പിക്കുന്ന ശീലക്കാരിൽ ഫസ്റ്റ്. അതായത് സമയത്ത് ഒരു വാല്യൂ കൽപ്പിക്കുള്ള നമുക്ക് എന്താ പറയാ, അവർക്ക് സമയത്തെ വില ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ വേണ്ട എന്തെങ്കിലും നമുക്ക് ഇന്റർവ്യൂ കാര്യങ്ങളോ ചെയ്യണ്ടെങ്കിൽ പോകണ ടൈം ആവുമ്പോൾ ആ സമയത്ത് ഒന്നും മാനിക്കാതെ അല്ലെങ്കിൽ ആ കൃത്യസമയത്ത് നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റാതെ ആ സമയത്തെ അവർ കളയുന്ന സ്വഭാവക്കാരുണ്ടല്ലോ, അവരാണ് ഫസ്റ്റ് നമ്മളെ സ്വയം നശിപ്പിക്കുന്ന ഒന്നാമത്തെ ശീലക്കാര്. അപ്പൊ ആ സമയത്തിന്റെ വില അവരിപ്പോ എന്തെങ്കിലും ചോദിച്ചാൽ ഇനിയിപ്പോ എന്താ ഇത്ര നേരം വൈകിയും ചോദിക്കാം, വേറെ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയാം, അത് അവരാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിന് എത്തിപ്പെടാതെ ഇരിക്കാൻ കഴിയുക. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ ഒരു 10,000 രൂപ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ ആ പൈസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കഴിയും. പക്ഷെ ഇന്നലത്തെ ആ ഒരു 10 മിനിറ്റിന് നമുക്ക് ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയില്ല. സമയം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ് പ്രാധാന്യം അല്ലെ. നമുക്കും നമ്മളെ വീട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാം എന്താണ്, സമയമൊക്കെ 24 മണിക്കൂർ തന്നെയാണ്. ആ സമയത്തെ ഒരു 10 മിനിറ്റ് ആണെങ്കിലും ഒരു 20 മിനിറ്റ് ആണ്, അതിനെ നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, അതിനെ വില കൽപ്പിക്കുന്നു എന്നതിലാണ് പ്രാധാന്യം. അതിനെ നമ്മൾ എത്രത്തോളം നമ്മളെ കൊണ്ട് വാല്യൂ ആക്കാൻ കഴിയും എന്നതിലാണ് പ്രാധാന്യം അല്ലെ. അപ്പൊ അങ്ങനത്തെയാണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തിയും ഗോളും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. കാരണം നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഗോൾ, അതായത് നമുക്ക് എന്തെങ്കിലും ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അല്ലെ. അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ വേറുള്ള കാര്യങ്ങളിലേക്ക് പെട്ടിട്ട് അവർക്ക് അത് കഴിയാത്തൊരവസ്ഥയാണ് രണ്ടാമത്തെ കൂട്ടര്. നമ്മൾ എന്തെങ്കിലും ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യബോധം എത്തണമെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നന്നായിട്ട് സ്ട്രഗിൾ എടുക്കേണ്ടി വരും. അതിനുള്ള ചട്ടക്കൂടുകളൊക്കെ പൊളിച്ചിട്ട് നമുക്ക് പുറത്ത് കടക്കേണ്ടി വരുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ നിന്നും നേടാൻ കഴിയാതെ ആ ഉള്ളിൽ പെടുന്ന ഒരു കൂട്ടരാണ് രണ്ടാമത്തെ ആൾക്കാര്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊക്കെ കരകയറി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ രക്ഷപ്പെടുന്നതാണ്, ഒരുവിധം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് സിറ്റുവേഷൻ, അതായത് മനുഷ്യന്റെ തീരുമാനിക്കുന്ന സാഹചര്യങ്ങൾ. അതായത് നമ്മളെ ഓരോ സാഹചര്യങ്ങളും പിന്നെ നമുക്ക് എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ആ സാഹചര്യത്തെ നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും എന്നാണ് നോക്കുക. സാഹചര്യങ്ങൾ ഒരിക്കലും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, മറിച്ച് ആ സാഹചര്യത്തെ നമുക്ക് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അതിനെ നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ആ സാഹചര്യത്തിലേക്ക് മാറ്റി തിരിച്ചാൻ പറ്റില്ല, പക്ഷെ ആ സാഹചര്യത്തിന്റെ നമുക്ക് എന്താ പറയാ, അതിനെ പൊരുത്തപ്പെട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിലാണ് ഓരോരുത്തരും നോക്കേണ്ടത്. അങ്ങനെ നമ്മളൊക്കെ കഴിയാന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും നല്ലൊരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് തന്നെ ലോകം തന്നെ പറയും. കാരണം നമ്മൾ അതിനെ ഇതാക്കുക. കാരണം ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ മഹാമാരിയായിട്ടുള്ള കോവിഡ് വന്നല്ലോ. അപ്പൊ ആ കോവിഡിനെ നമുക്ക് തടയാനൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ അതിനെ നമ്മളെ ജീവിതത്തിൽ എങ്ങനെ ഉൾത്തിരിഞ്ഞ് കൊണ്ടുവരാം, അതിനെ നമ്മൾ എങ്ങനെ എന്താ പറയാ പൊരുത്തപ്പെട്ട് കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അങ്ങനെ അപ്പൊ അതിന് തീരുമാനം എടുക്കാതെ അതിനുള്ളിൽ പെടുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ കേട്ടോ. അപ്പൊ നാലാമത്തത് ആളുകൾ എങ്ങനെയാ നോക്കാം. അപ്പൊ നമുക്ക് സെൽഫ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടർ, അതായത് ഒരു ലിമിറ്റേഷൻ ഉണ്ടാക്കി നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുക, സ്വയം പരിമിതികളും തീരുമാനങ്ങളും. എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല, ഞാനിത് ചെയ്താൽ ശരിയാവില്ല, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ശരിയാവില്ല, ഞാൻ അങ്ങോട്ട് പോവില്ല. അങ്ങനെ എന്താ പറയാ, സ്വയം ഒരു ചട്ടക്കൂട് ഉണ്ടാക്കുക. ഈ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥക്കാരുണ്ടാവുമല്ലോ, അങ്ങനത്തെവരാണ് നാലാമത്തെ സ്വയം നശിപ്പിക്കുന്ന ആൾക്കാർ. ലോകത്തെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് പറഞ്ഞാലേ മറ്റുള്ള നിങ്ങളുടെ ലിമിറ്റേഷൻ പറയലല്ല, പകരം നിങ്ങളുടെ ലിമിറ്റേഷനിൽ നിങ്ങളുടെ തീരുമാനം, ആ ലിമിറ്റേഷനിലുള്ള നിങ്ങളുടെ ജീവിതം
തീർക്കുകയും അതായത് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പറ്റാത്തവരാണ് ഈ പ്രശ്നക്കാർ. അതിൽ നിന്ന് മറികടക്കാൻ നമ്മൾക്ക് കഴിയുകയാണെങ്കിൽ എന്തായാലും നമ്മളെ ജീവിതം മെച്ചപ്പെട്ടു തന്നെ പറയാം കേട്ടോ. സ്വയം തീർന്ന ചട്ടക്കൂടിൽ നിന്ന് സ്വയം തീർത്ത വലയത്തിനുള്ളിൽ ജീവിക്കുന്നവരാണ് ഇത്തരക്കാർ. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മാറി സ്വയം ഒന്ന് ചിന്തിക്കാൻ നോക്കുക. അതായത് ഈ ഒരു സ്വയം ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിൽക്കാതെ ആ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടിയിട്ട് നമുക്ക് കൊണ്ട് കഴിയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരാണ് സ്വയം നശിക്കുന്ന ആൾക്കാർ. അപ്പം നാലാമത്തെ കൂട്ടർ അതാണ്. അഞ്ചാമത്തേന്ന് പറയുന്നത് നമ്മൾ ഒക്കത്തിനൊരു എക്സ്ക്യൂസ് പറയാം. അവർ സ്വയം നശിക്കുന്നവരാണ്. അപ്പം സ്വയം എക്സ്ക്യൂസ് പറയാന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് എന്തെങ്കിലും ഉണ്ടായെങ്കിൽ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സാഹചര്യങ്ങൾ ശരിയായില്ല, അങ്ങനെ പഴിചാരുക. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടത് എൻ്റെ പെമ്മി അവരെ എനിക്ക് സപ്പോർട്ട് ചെയ്തില്ല, അങ്ങനെ മറ്റുള്ളവരിൽ പഴിചാരുക. അങ്ങനെ സ്വയം തന്നെ ഒരു എക്സ്ക്യൂസ്. എന്ത് കാര്യം പറഞ്ഞാലും എന്നെക്കൊണ്ട് പറ്റാഞ്ഞത് ഈ കാര്യം കൊണ്ടാണ്, വേറുള്ളവരിൽ വഴിചാരുക. അങ്ങനത്തെ ഇതിൽ പെടുന്നവരും അഞ്ചാമത്തെ കൂട്ടര്. അപ്പൊ നമുക്ക് ആറാമത്തത് നോക്കാം. അപ്പൊ ആറാമത്തെ കൂട്ടര് പറഞ്ഞാൽ നീട്ടിവെക്കുന്ന ആൾക്കാർ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അപ്പൊ ചെയ്തിരിക്കണം. നാളേക്ക് വേണ്ടി നീട്ടിവെക്കാം. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം. അങ്ങനെ നീട്ടി വെക്കുക. അങ്ങനെ നീട്ടി വെക്കുന്നവർ നമ്മൾ എത്ര കഴിവുള്ളവരാണെങ്കിൽ അത് മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളെ മനസ്സാണ് നമ്മളെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അല്ലേ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അറിവ് നമ്മളെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാകുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് നമ്മളുടെ ഉള്ളിൽ ആരോ പറയുന്നത് നാളെ ചെയ്യാം അങ്ങനെ നമ്മൾ ഒരു ഇതില്ലാത്തവരാണ് ആറാമത്തെ കൂട്ടര്. പിന്നെ ഏഴാമത്തെ കൂട്ടര് എന്ന് പറയുന്നത് എപ്പോഴും വലിയ വാചാലകരും അതുപോലെ തന്നെ ചിന്തക്കാരും അതുപോലെ തന്നെ സ്വപ്നം കാണുന്നവരൊക്കെ ആയിരിക്കും. പ്രവൃത്തിയിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ എന്താ പറയാ ഒരുപാട് ചിന്തയും സ്വപ്നമൊക്കെ നമ്മൾ കാണണം. പക്ഷെ അതിനനുസരിച്ച് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനും പ്രവർത്തിക്കാനും കഴിയണം. അപ്പോഴല്ലേ നമ്മളെ ഓരോ കാര്യങ്ങളും സക്സസ് ആയിട്ട് തന്നെ വരുള്ളൂ അല്ലേ. നമ്മൾ ഒരു പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, അതിൽ നിന്ന് തോറ്റോ ഒക്കെ പോവാം. പക്ഷെ നന്നാലും നമ്മൾ അതിൽ നിന്ന് ജയിക്കുന്ന ഒരവസ്ഥ വരും. ആ ഒരവസ്ഥയിൽ എല്ലാവരും നമ്മളെ മാനിക്കും, ബഹുമാനിക്കും ഒക്കെ ചെയ്യൂലേ. അപ്പോൾ ആ ഒരു ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടരാണ് ഏഴാമത്തെ ആള്. അതായത് എന്താ പറയുക, എല്ലാത്തിലും വാചാലകരും ചിന്തകരും ഒക്കെ ആയിരിക്കും, പ്രവൃത്തിയിൽ കാണിക്കില്ല. അങ്ങനത്തെ കൂട്ടരാണ് ഏഴാമത്തെ ആള്. അപ്പോൾ എട്ടാമത്തെ അപ്പതറ്റിക് ആണ്. താല്പര്യമില്ല, ഒന്നിനോട് താല്പര്യം. എന്നെ കൊണ്ട് ഇപ്പം എന്താ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പം അങ്ങനെ ഒരു നമ്മളെ ജീവിതം ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ എത്രത്തോളം മനോഹരമാക്കി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന് ഉള്ള സാഹചര്യം ഉള്ള സന്തോഷങ്ങളും ഉള്ളതിലും വെച്ചിട്ട് നമുക്ക് അതിലും മെച്ചപ്പെട്ടതാക്കാം. അതിനിപ്പോൾ ഒരുപാട് സമ്പാദ്യമോ കൂട്ടോ നമുക്ക് ഒന്നും വേണ്ട. എന്നാലും നമ്മൾ ഉള്ളതിൽ വെച്ചിട്ട് നമ്മൾ തൃപ്തിപ്പെടാൻ കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ രക്ഷപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കുറച്ച് പേരെന്നെ കാണുന്നവരും ഒരുപാട് സബ്സ്ക്രൈബുള്ള ആളൊന്നും അല്ല. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ താഴെ ചെറുതായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പ്രചോദനം തന്നെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളെ ഓരോ കമൻറ്റിലും നമുക്ക് വീണ്ടും ചെയ്യാനുള്ള പ്രചോദനം ഒന്നും നമ്മളിപ്പോൾ ഇതിനൊക്കെ നന്നായിട്ട് നല്ലൊരു ഇതായിട്ട് തന്നെ കാണുക. അപ്പം നമ്മളെ ജീവിതം ഓരോരുത്തരും നല്ല മനോഹരമാവും. അല്ലാതെ ജീവിതത്തെ നമ്മളൊരു ലൈബിലിറ്റി ആയിട്ട്, അതായത് ഒരു ബാധ്യതയായിട്ട് കാണരുത്. ബാധ്യതയായിട്ട് കാണുമ്പോൾ നമുക്ക് ഒന്നിനോടൊരു താല്പര്യം ഉണ്ടാവില്ല, ഒന്നും നമുക്ക് സക്സസ് ആയിരിക്കാൻ പറ്റില്ല. അപ്പം ഞാനിതാ ഈ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങളൊരു ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കാം കേട്ടോ. അപ്പം ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് മറികടന്ന് നല്ലൊരു ജീവിതം നമുക്ക് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ല ടോപ്പിക്കോ റെസിപ്പിയൊക്കെ ആയിട്ട് ഞാൻ വരാം. നിങ്ങൾക്ക് ഏതാണെന്ന് ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക പ്ലീസ്. അപ്പോൾ നിങ്ങൾ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.